ജസ്റ്റ് പത്രം അവിടേക്ക് പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരുപാട് ഞാൻ അവളോട് കരഞ്ഞോട് സംസാരിച്ചു. നീ പറഞ്ഞ മാതാവില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയേനെ. നിന്നെ മാത്രമേ മാതാവ് നോക്കത്തുള്ളൂ, എന്നെ മാതാവ് നോക്കത്തില്ല, എന്നെ മാതാവിന് ഇഷ്ടമല്ല എന്നൊക്കെ കുറേ പറഞ്ഞ് കരഞ്ഞു. അപ്പോഴൊന്നും അവളൊന്നും മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒന്നും ഇനി പറയത്തില്ല, നിനക്ക് ഒരു സാക്ഷ്യങ്ങളോ ഒന്നും തന്നെ ഞാൻ നിനക്ക് ഷെയർ ചെയ്യത്തില്ല. കാര്യം നീ വിശ്വസിക്കുന്നത് മാതാവിനെ അല്ല, നിനക്ക് നിൻ്റെ കാര്യങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു നീ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നത്. അല്ലാതെ മാതാവിനോടുള്ള വിശ്വാസത്തോടോ ഇഷ്ടത്തോടോ മാതാവിനെ വിശ്വസിച്ചോ ഒന്നും ആയിരുന്നില്ല നീ ഇവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കുറച്ച് ദിവസം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാര്യം എന്നും സാക്ഷ്യങ്ങളും എല്ലാം അയച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് അതൊന്നും സാക്ഷ്യങ്ങളൊന്നും അയക്കുന്നില്ല, ഒന്നും ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമമായി. പിന്നെ ഒരു കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും വെളിയിലേക്ക് പോകാനായിട്ട്, വിദേശത്ത് പോകാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി.